ശിശുദിനു ഇവന് മെൽവിനോടെ ഒരു ബീജം ഞാൻ പറഞ്ഞ അതായത് നമ്മൾ ജാസിനെ ഒഫീഷ്യലി കുക്ക് എന്നുള്ള സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ, ജാസിന് സ്ട്രീമർ ആകാൻ പോകാന്നല്ലോ. അപ്പൊ ജാസിക്ക് പകരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് ഈ മെൽവിൻ എന്ന് പറഞ്ഞ ചെക്കൻ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു മാസം മുന്നേ ഞാൻ ഇവന് ഒരു പ്രാവശ്യം ലൈവ് കാണിച്ചിട്ട് പിന്നെ ഇവൻ ലൈവിൽ വരുന്നില്ല, ഇവൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെന്ന് വെച്ചാ ഇപ്പൊ ജാസി കംപ്ലീറ്റ്ലി അടുക്കളയിൽ മാറിയെന്ന് നോക്കിയാ. ഇപ്പൊ ജാസി അടുക്കളയിൽ കാരണമില്ല, ജാസിന്റെ കുറെ കാര്യങ്ങള് ഓന്റെ എന്തെങ്കിലും പ്രൊമോഷൻ, ഓന്റെ എന്തെങ്കിലും നിന്റെ മാത്രം ഇത് ചെയ്യുള്ളൂ. ഓന്റെ പ്രൊമോഷന്, ഓന്റെ കാര്യങ്ങൾ, ഓന്റെ ബിസിനസ്, അങ്ങനെ ജാസി ബിസി വാട്ട് എവർ. ഇപ്പൊ എടുക്കണത് കയറില്ല. അപ്പം ജാസിന്റെ ഒരു 10 ഇരട്ടി ടേസ്റ്റ് ഉള്ള എന്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ പറയില്ല, ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയായ കൈപ്പുണ്യം ഒരു കുക്കിനെ നമ്മൾ MRC-ലേക്ക് എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ MRC-ലേക്ക് ആയിട്ട് എടുക്കുന്നൊന്നുമില്ല. പക്ഷെ ചെക്കൻ ഇവിടെ എപ്പോഴും ഉണ്ടാവും. ഇവനാണ് നമുക്ക് 20 കുക്ക് ചെയ്യാൻ 20 കഴിഞ്ഞ ഒരു മാസമായിട്ട് ഓരോ കുക്ക് ചെയ്ത് ഇനി അങ്ങോട്ട് ഇവനെ കുക്ക് ചെയ്ത്. അപ്പൊ ലെറ്റ്സ് വെൽക്കം. അല്ല ഞാനും റാമ്പോ മീൻ കൂട്ടാത്ത ആളാ, പക്ഷെ ഇവന്റെ കറി സത്യം അല്ല, നമ്മള് മീൻ കൂട്ടാൻ തുടങ്ങി. ഇവന്റെ കറിന്റെ ടേസ്റ്റ് ഇത് എന്തേലും ഉസ്താദ് ഹോട്ടലിലാണോ നല്ല വിജയം? സുൽഖർ സൽമാനാ? ഇതെല്ലാം വേണോ? എടാ കുക്കിന് പ്രത്യേകിച്ച് ബീജമില്ല. എടാ ഞാൻ പറയാ പാവം ചെക്കനാണ്, ആരും എല്ലാം തൊടരുത് പാവം. നീ കണ്ണറൊന്നും ഇട്ട് മാസം ഒന്നാവണ്ട. നിനക്ക് എന്താ പറയാനുള്ളത് ചാറ്റിനോട്? ആരാ ഈ കണ്ണറിലിട്ട് ചക്കൻ ഈ കോലം കെട്ടിച്ചു? എന്നിട്ട് മെൽവിൻ എന്താ പറയാനുള്ളത്? 2 വാക്ക്. അല്ല 2 വാക്ക്. ഇങ്ങനെ ഒരു മൊമെന്റ് താങ്കൾ ആഗ്രഹിച്ചത്? ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെക്കന്റെ ഭർത്താവ് നോക്കട്ടെ, ചെക്കന്റെ ജാസിന്റെ പറഞ്ഞ പോലെ തന്നെ. ജാസിന്റെ നമുക്ക് എനക്കെന്തോ ആ ടൈം ജാസിനോട് ഭയങ്കര സ്നേഹം തോന്നിപ്പോയി. അതിന്റെ പേരിൽ എനിക്ക് അവന്റെ ഫുഡ് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയതാ. വലിയ ഫുഡ് നല്ലതൊന്നല്ല ജാസിന്റെ ഫുഡ്, പക്ഷെ ചെക്കന്റെ ഫുഡ് ഞാൻ കാര്യം പറയാം. ജാസിനടുത്ത് ചവിട്ടി എന്താ പറയാനുള്ളത്? ഒഫീഷ്യലി അമ്മാരുടെ കുക്കായിട്ട് ഐറയിൽ എന്താണ് നിനക്ക് ഇതാകാനുള്ളത്? കുക്കായിട്ട് കുക്ക് പറയട്ടെ. എല്ലാരും എന്തായിരുന്നു? അപ്പൊ മെൽവിന്റെ ഇത് പറ, ഫുൾ പേര് അല്ലെങ്കിൽ സ്ഥലം പറഞ്ഞു കൊടുക്കും. എന്റെ പേര് മെൽവിൻ, വീട് പടുതല. ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യണ് ഷെഫായിട്ട്. എത്ര കാലം? എത്ര ദിവസം നമ്മള് വീട്ടിൽ വരാൻ തുടങ്ങിയിട്ട്? ഒരു 10-20 ദിവസം ആയിട്ടുണ്ട്. 20 പോരല്ലോ, ഒരു മാസം ആവാറായി. കുക്കിങ്ങിന്റെ പാഷനെ കുറിച്ച് സംസാരിക്കും. നല്ല ബീഫ് പാഷൻ അങ്ങനെയല്ല, ഞാൻ ചെറുപ്പം തുടങ്ങി ഉണ്ടാക്കും, വീട്ടില് ഉണ്ടാക്കാറുണ്ട്, അല്ലാണ്ട് പുറത്തൂടെ ഉണ്ടാക്കുന്ന. സാലറി നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. പൊതുവെ സാലറി നമ്മൾ ആദ്യം ഇവൻ ഫസ്റ്റ് വന്നവിടെ നമ്മൾ വിചാരിച്ചത് ജാസി കുക്കാന്നല്ല. അപ്പൊ ജാസിക്ക് പറ്റാത്തോണ്ടാണ് ഇവരെ ഇതാക്കിയത്. അപ്പൊ ജാസിക്ക് നമ്മൾ കൊടുക്കുന്ന പൈസയില് ഒരു ഭാഗം ഇവനക്ക് കൊടുക്കാതെ നമ്മൾ പ്ലാൻ ആക്കിയത്. പിന്നെ നമ്മൾ സാലറിന്റെ ഒന്നും ചിന്തിച്ചില്ല. എന്തായാലും നമുക്കൊരു പ്ലാൻ ആക്കണം, നല്ലൊരു കാരണം ഈ ജാസി എന്ന് പറയുന്നത് അന്തയില്ലാത്തവന് നമ്മള് സാലറി കൊടുക്കണ്ടല്ലോ, കൊടുക്കണ്ടല്ലോ, ഒരു ചവിട്ട് കൊടുക്കും. പിന്നെ റാംബോന്റെ അനിയനാണോ? റാംബോ 2.0. സാലറി ഒന്ന് റിവീലും ചെയ്യണം. സാലറി റിവീലും ചെയ്യണല്ലോ. സാലറി പ്ലാൻ നമുക്ക് ആക്കണം, പക്ഷെ ഞാൻ പ്ലാൻ ആക്കിയാലും റിവീൽ ചെയ്യരുത് സാലറി. ജാസി സാലറി കട്ട് അങ്ങനെയല്ല, നല്ല ചാറ്റ് ആ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു ഒപ്പീനിയൻ.
ജാസിന്റെ മൊത്തമായിട്ട് കട്ട് ചെയ്ത് ജാസിക്ക് സാലറി അതിന് വേണ്ടല്ലോ. ജാസി ഇവിടെ കുക്ക് എന്തായാലും ചെയ്യുന്നില്ല. സാലറി ഞാനും പറയുന്നത് ഇനി മുതൽ ജാസിക്ക് സാലറി വേണ്ട. ലൈവിന്റെ മുന്നില് ഇവൻ എന്ന് പറഞ്ഞൊരു ഫേക്ക് പട്ടി. ലൈവിന്റെ മുന്നില് എന്ത് ഫേക്ക് പരിപാടി ഒരു 10 മിനിറ്റ് മുമ്പ് ആളങ്ങ് മാറിയിട്ട് ആള് മൊത്തം മാറിയിട്ട് വരലുണ്ട്. ആരോ ഇത് ഞാൻ എന്റെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് പറയാം. വയനാട് ഇനി മെൽവിൻ ഉണ്ടാക്കൂല, എനിക്ക് നല്ല ടേസ്റ്റിലുള്ള ഭക്ഷണം മതി. ഫുൾ കട്ട് എന്നെല്ലാം പറയുന്നുണ്ട്. ഫുൾ കട്ട് ചെയ്തോ, എനിക്ക് വേണ്ട. ഇവനെ തന്നെ പറയുന്നതിന് ഇവ 31-ാം തീയതി ആകുമ്പോ അല്ല ആൾക്കാരോട് എന്താ പറയുക, അവർ തരുന്ന സ്നേഹത്തിനോട് എന്താ പറയുക. സന്തോഷം. നമ്മളെങ്ങനെ ആദ്യം പരിചയപ്പെടുന്നത് എങ്ങനെയാ? പിസ വെച്ചിട്ട് ഓടി ഓർമ്മ ചാൻ ഇത് അറിയാത്തവർക്ക് പറഞ്ഞ മുന്നേ ഈ പുതിയ വ്യൂസിന് അറിയില്ലായിരിക്കും. ഇവരൊരു 1.5 മാസം മുന്നേ 2 മാസം മുന്നില്ല 2 മാസം മുന്നേ ഒരു ലൈവ് എടുത്ത് നോക്കിയാൽ അറിയാം. നമ്മളെ CCTV നോക്കുമ്പോൾ നമ്മളെ പുറത്ത് ആരോ ഹെൽമെറ്റ് വെച്ചിട്ട് ഓടി വന്ന് പിസ വെച്ചിട്ട് ഓടിപ്പോയി. അഡിഡാസിന്റെ ഷൂവിന്റെ ബോക്സിൽ പിസ വെച്ചിട്ട് ഓടിപ്പോയി. നമ്മൾ തിന്നാൻ പറ്റുമോ ഇല്ലയോ എന്നല്ല അറിയാണ്ട് ഒരു അരമണിക്കൂറോളം ആ പിസയും വെച്ച് കളിക്കുന്ന ഒരു ലൈവ് ഉണ്ട്. എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ പിസ വെച്ചിട്ട് പോയത് ഇവനായിരുന്നു. ഇവര് പറഞ്ഞ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര പാഷനാണ്. ഫുഡ് ഉണ്ടാക്കുക, തീറ്റിക്കോ, ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി. മനസ്സിലാവും. ഇവരെ എടുക്കാൻ പ്രധാന കാരണം ആ പിസയാണ്. കാര്യം ഇവൻ ഉണ്ടാക്കിയ പിസയായിരുന്നു. അതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഒന്നും പറയാണ്ട് മുഖം പോലും കാണിക്കാണ്ട് ഒരു കത്ത് പോലും ഏതാണ്ട് ഇവൻ തന്നെ പോയി ഓടി. എല്ലാരും ഒരു W മെൽവിലിട്ട് റാംബോ ഫാദറോ ഇതെന്താണ് നാറികളെ. ഇത് ഒരാളുണ്ട് ആര് വന്നാലും എടാ മെൽവിൻ എല്ലാരും ഒരു W. എല്ലാരും മെൽവിൻ രണ്ടു വാക്ക് പറഞ്ഞത്. ഒരു പാട്ടോടോ പാട്ട് പാടല്ലോ. ഇവന് നിനക്ക് ക്യാമറ വല്ലതും അങ്ങനെ ഇരിക്കാൻ വലിയ താല്പര്യമില്ലല്ലോ. അല്ല നീ ഓക്കെ അല്ലെങ്കിൽ നീ എഴുതിച്ചോട്ടാ. എങ്ങനെ അപ്പൊ നീ എന്തായാലും നിന്റെ പണി തുടര്. പിന്നെ വീട്ടിലേക്ക്